ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സസൈസാണ്. നമ്മൾ മുമ്പൊരു എക്സസൈസ് ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. തേർഡ് പാർട്ടും ഫോർത്ത് പാർട്ടും ഒക്കെ വരും. നല്ല ഇത് കുട്ടികൾക്ക് ആരൊക്കെ വേണമെങ്കിലും കളിക്കാം. ഇത് എൻ്റെ കയ്യിൽ ഇപ്പോഴും പാട്ടൊന്നുമില്ല, കാരണം മുത്തശ്ശൻ കടയിൽ പോയേക്കാണ്. നമ്മുടെ ഫോണിലാണ് എടുക്കുന്നത് കേട്ടോ, സോറി. അപ്പോൾ നമുക്കിത് നിങ്ങൾ പാട്ട് വെച്ച് കളിക്കുക. ഏതെങ്കിലും പാട്ട്, എല്ലാ പാട്ടിനും ഈ സ്റ്റെപ്പ് ചേരും, അതിൻ്റെ ട്യൂണിൽ കളിച്ചാൽ മതി. ഞാൻ സുംബയാണ് കളിക്കുന്നത്, പക്ഷെ പാട്ടില്ല എന്നുള്ള സ്റ്റെപ്പൊക്കെ സുംബയ്ക്കുള്ളതാണ്. മറ്റേത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരുന്നു ചെയ്തത്. എന്തായാലും നമുക്ക് ചെയ്യാൻ വരും. 1 2 3. ഇങ്ങനെ കുറച്ച് പ്രാവശ്യം ചെയ്യും.
അങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് ഈ ഒരു പ്രാവശ്യം കളിക്കുക, പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം കളിക്കുക. അപ്പോഴേക്കും കുറച്ച് നേരമാവും. ഇനി അടുത്തത് കുറച്ച് കസാരയിൽ ഇരുന്ന്, ഇത് സുംബ കഴിഞ്ഞു. ഈ സുംബ ഒരു വട്ടം കൂടി ചെയ്യുക, എന്നാലാണ് ഫുള്ളാവുള്ളൂ. ഇതേ റിപ്പീറ്റ് കാണിച്ചു തരുന്നത്. പിന്നെ കസാരയിൽ ഇരുന്ന് ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സസൈസ് സുംബയല്ല കേട്ടോ, ചെയ്യേണ്ടവർക്ക് സ്റ്റെപ്പായി ചെയ്യാനുള്ളതാണ്. ഞാൻ ഇവിടെ എടുക്കുന്നത് ഈ ഒരു കസാരയാണ്. ഇരിക്കുമ്പോൾ കാണാമെന്ന് ഇങ്ങനെയാണ് കേട്ടോ, കറക്റ്റ് ഇരിക്കുമ്പോൾ കാണാം. ഓക്കെ, ഇതാണ്. ഫസ്റ്റ് ഇരിക്കുക, എണീക്കുക, തൊടരുത്. പിന്നെ ഇതൊരു 10 ടൈമാണ് എല്ലാം ചെയ്യേണ്ടത്. നെക്സ്റ്റ് ചെയ്യേണ്ടത് വേറെ കസാര ഒട്ടയില്ല, അതുമാതിരി കസാരയാണ് എല്ലായിടത്തും തൊട്ടിട്ട് അതിൽ ഒരു കൈ ബാക്കി കെട്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ, അതിനുശേഷം ഫാസ്റ്റ് ആക്കുക. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കയറി നിൽക്കുക. എന്നിട്ട് ഈ കാല് കയറ്റി വെക്കുക. അങ്ങനെ ഇതൊരു 3 ടൈം അല്ലെങ്കിൽ 4 ടൈമൊക്കെ ചെയ്യുക. 10 ടൈം ചെയ്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് കസാര വീഴും. അതുകൊണ്ടാണ് സൂക്ഷിച്ച് ചെയ്യണം, ഒരു സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചിട്ട്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാല് പൊക്ക ഇറക്കുക, ഒരു കാല് പൊക്ക ഇറക്കുക, ഒരു കാല് പൊക്ക ഇറക്കുക. അത് നെക്സ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നെഞ്ചമക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. വീണ്ടും ഇവിടെ പിടിക്കുക, കൈ ഈ കാലം അകന്നിരിക്കണേ. അങ്ങനെ ഒരു 10 ടൈം ചെയ്യുക. അടുത്തത് ഇവിടെ കസാര വെച്ച് ഇവിടെ പിടിച്ചിട്ട്, കസാര നീങ്ങിപ്പോരുത്, നിന്നോടെ തന്നെ കുറച്ച് കാലകത്ത് വെച്ച് പുഷപ്പ് ചെയ്യുക. നെക്സ്റ്റ് കസാര വെച്ചിട്ട് വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി കൈ ഇവിടെ വയ്ക്കുക. കസാരയുടെ ഈ 2 കൈയില്ലേ, അവിടേക്ക് ഇങ്ങനെ കൈ മുട്ടണം, കുഴങ്ങിട്ട്. അപ്പോൾ ഇതൊക്കെ തണ്ടലിനും നല്ല സ്ട്രെങ്ത് കിട്ടുന്ന ഒരു സംഭവമാണ്. ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും വെക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് ഈ കൈമതോടെ ഇതോടെ ഈ കൈമതോടെ. ഇപ്പം ഇവിടെ 5 പ്രാവശ്യം ചെയ്യുക. ഈ കൈ കൊണ്ട് ഇനി 5 പ്രാവശ്യം, അപ്പോൾ 10 ആയില്ലേ. 3, 4, 5 അങ്ങനെ ചെയ്യാം. അടുത്തത് കൈ 2 ബാക്കിൽ കെട്ടുക, തിരിയുക, ഇങ്ങനെയാവാം, തിരിയുക, അങ്ങനെയാവാം. അങ്ങനെ കഴിഞ്ഞു. ഇത്രയുള്ള ബൈ ബൈ.